Hi students, today we are going to discuss the first chapter in the biology, protectors of biosphere. Who are the protectors of biosphere? Yes, plants. Plants are the protectors. How they are helping us. നിങ്ങൾ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. Yes, global warming is a dangerous phenomenon which leads to the rise in Earth's temperature. എർത്തിൻ്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്ന ഒരു ഫിനോമിനനെയാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ റീസൺ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നതാണ്. The main cause for global warming is the increase in the level of carbon dioxide in the atmosphere. Plants can resist this to a certain extent. ഒരളവ് വരെ പ്ലാന്റ്സിന് ഇത് റെസിസ്റ്റ് ചെയ്യാൻ കഴിയും. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. Look at this picture. That is carbon dioxide oxygen balance in the atmosphere. നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് റെസ്പിറേഷൻ്റെ ഫലമായി, അതായത് അനിമൽസിൻ്റെ റെസ്പിറേഷൻ്റെ ഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് എത്തുകയും ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് പ്ലാന്റ്സ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്തിട്ട് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുകയും അതേപോലെ തന്നെ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഈ ഒരു ബാലൻസ്, ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ബാലൻസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് ഡൺ ബൈ പ്ലാന്റ്സ്. ഈ പ്രോസസ്സ് നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ. യെസ്, ഇറ്റ് ഈസ് കോൾഡ് photosynthesis. So the essential things for the photosynthesis are, first one is carbon dioxide, then minerals and salt, then water, then sunlight, then chlorophyll. Students, did you face this doubt? Why is the upper part of leaf greener than the lower part? The reason is, chlorophyll imparts green color to plant parts. പ്ലാന്റ് പാർട്ടിന് ഗ്രീൻ കളർ കൊടുക്കുന്നത് ക്ലോറോഫിലാണ്. ഈ ക്ലോറോഫിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ലീഫിൻ്റെ അപ്പർ പാർട്ടിലാണ്. അതുകൊണ്ട് തന്നെ ലീഫിൻ്റെ അപ്പർ പാർട്ട് മോർ ഗ്രീനർ ദാൻ ലോവർ പാർട്ട് ആയിരിക്കും. ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ് ഇൻ ക്ലോറോപ്ലാസ്റ്റ്. സോ wherever the chloroplast is present, there photosynthesis occurs. It is not only in leaves. You can look the structure of chloroplast. The main two parts of chloroplast are grana and stroma. The membranous sacs, its pack is called grana, and the fluid part of chloroplast is called stroma. ഈ ഗ്രാനയിലാണ് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്ന പിഗ്മെൻറ്റ്സ് പ്രസൻ്റ് ആയിട്ടുള്ളത്. പ്രധാനമായിട്ടും 4 പിഗ്മെൻറ്റ്സ് ആണുള്ളത്. ഒന്ന് ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കരോട്ടിൻ and xanthophyll. So the main pigments in the grana are chlorophyll A, chlorophyll B, xanthophyll and carotene. ഈ എല്ലാ പിഗ്മെൻസും ലൈറ്റ് എനർജിയെ അബ്സോർബ് ചെയ്യും. പക്ഷേ ക്ലോറോഫിൽ എ മാത്രമേ ഫോട്ടോസിന്തസിസിൽ ഡയറക്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുള്ളൂ. ക്ലോറോഫിൽ എ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഡയറക്ട്ലി ഇൻ ഫോട്ടോസിന്തസിസ്. ബാക്കിയുള്ള പിഗ്മെൻറ്റ്സ് സൺലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് അതിനെ ക്ലോറോഫിൽ എയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ബാക്കി 3 പിഗ്മെൻറ്റ്സിനെ ആക്സസറി പിഗ്മെൻറ്റ്സ് എന്താണ് വിളിക്കുക. സോ വിച്ച് ആർ ദ ആക്സസറി പിഗ്മെൻറ്റ്സ്? ക്ലോറോഫിൽ ബി, xanthophyll and carotene. These 3 are called accessory pigments. Why they are called accessory pigments? Because these 3 pigments absorb light and transfer the light energy to chlorophyll A. ഫോട്ടോസിന്തസിസിൻ്റെ ഫേസസ് ഏതെല്ലാമാണെന്ന് നോക്കാം. ഫേസസ് ഓഫ് ഫോട്ടോസിന്തസിസ്. വാട്ട് ആർ ദ ഫേസസ് ഓഫ് ഫോട്ടോസിന്തസിസ്? There are 2 phases for photosynthesis. One is light phase and other one is dark phase. ഫോട്ടോസിന്തസിസിൻ്റെ 2 ഫേസാണ്. ഒന്ന് ലൈറ്റ് ഫേസും രണ്ടാമത്തത് ഡാർക്ക് ഫേസും. ഈ ലൈറ്റ് ഫേസ് ഗ്രാനയിൽ വെച്ചിട്ടാണ് നടക്കുക. ക്ലോറോപ്ലാസ്റ്റിലെ സാക്ക് പോലെയുള്ള ഗ്രാനയിൽ വെച്ചിട്ടാണ് ലൈറ്റ് ഫേസ് നടക്കുക. ലൈറ്റ് ഫേസിന് ലൈറ്റ് ഈസ് യൂസ്ഡ്, സോ ഇറ്റ് വിൽ ബി ഹാപ്പൻ ഇൻ ഡേ ടൈം. ലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ലൈറ്റ് ഫേസ് നടക്കുന്നത്. ഈ ലൈറ്റ് ഫേസിൽ നടക്കുന്നത് വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓക്സിജനും ഹൈഡ്രജനുമായിട്ട് മാറും. വാട്ടർ സ്പ്ലിറ്റ്സ് ഇൻ ടു ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ. ദിസ് ഓക്സിജൻ ഈസ് റിലീസിങ് ഇൻ ടു ദി അറ്റ്മോസ്ഫിയർ and the hydrogen will reaches to the stroma. വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓക്സിജനും ഹൈഡ്രജനുമായിട്ട് മാറുകയും
ഈ ഓക്സിജൻ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുകയും ചെയ്യും. ആ ഓക്സിജൻ പിന്നീട് നമ്മൾ ബ്രീത്തിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നു. വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായ ഹൈഡ്രജൻ സ്ട്രോമയിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ ആക്ഷനാണ് ലൈറ്റ് എനർജി. അബ്സോർബ് ചെയ്യുന്ന സൺലൈറ്റിലെ ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടിംഗ് ഇൻ ടു കെമിക്കൽ എനർജി ആൻഡ് ദാറ്റ് സ്റ്റോർഡ് ഇൻ ATP. ലൈറ്റ് എനർജിയെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് ATPയിൽ സ്റ്റോർ ചെയ്യും. ഇതാണ് ലൈറ്റ് ഫേസ്. ഫോട്ടോസിന്തസിസിൻ്റെ ഫസ്റ്റ് ഫേസായ ലൈറ്റ് ഫേസ്. ഫോട്ടോസിന്തസിസിൻ്റെ സെക്കൻഡ് ഫേസാണ് ഡാർക്ക് ഫേസ്. ഡാർക്ക് ഫേസ് ക്ലോറോപ്ലാസ്റ്റിലെ സ്ട്രോമയിൽ വെച്ചാണ് നടക്കുന്നത്. സ്ട്രോമയിൽ വെച്ചാണ് ഡാർക്ക് ഫേസ് നടക്കുന്നത്. ഡാർക്ക് ഫേസിൽ ലൈറ്റ് ഈസ് നോട്ട് യൂസ്ഡ്, സോ ഇറ്റ് വിൽ ബി ഹാപ്പനിങ് നൈറ്റ് ടൈം. ഇതിൽ നടക്കുന്നത് എന്താ വെച്ചാൽ ATPയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജി യൂസ് ചെയ്തിട്ട് ഹൈഡ്രജനും അതേപോലെ തന്നെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാവും. ഈ ഹൈഡ്രജൻ ലൈറ്റ് ഫേസിൻ്റെ ഫലമായിട്ട് സ്ട്രോമയിലെത്തിയതാണ്. ഈ ഹൈഡ്രജനും അറ്റ്മോസ്ഫിയറിൽ അബ്സോർബ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും ദ 2 phases ഓഫ് ഫോട്ടോസിന്തസിസ് മനസ്സിലായല്ലോ. സോ ഇതുവരെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ടേബിൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമല്ലോ. ഈ ഡാർക്ക് ഫേസിൽ നടക്കുന്ന സൈക്ലിക് കെമിക്കൽ റിയാക്ഷൻസ് ഡിസ്കവർ ചെയ്തിട്ടുള്ളത് മെൽവിൻ കാൽവിനാണ്. ഈ ഒരു ഡിസ്കവറിക്ക് മെൽവിൻ കാൽവിന് നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡാർക്ക് ഫേസിനെ കാൽവിൻ സൈക്കിൾ എന്നും പറയപ്പെടുന്നു. ഫോട്ടോസിന്തസിസിൻ്റെ ലൈറ്റ് ഫേസിൽ വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനുമായി മാറുന്നു. H2O gives ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ. ഡാർക്ക് ഫേസിൽ ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും കമ്പൈൻ ചെയ്ത് ഗ്ലൂക്കോസ് ഉണ്ടാവുന്നു. ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും കമ്പൈൻ ചെയ്ത് ഗ്ലൂക്കോസ് C6H12O6 ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഫോട്ടോസിന്തസിസിൻ്റെ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ CO2 plus H2O gives C6H12O6 plus O2. അതായത് ജലവും കാർബൺ ഡൈ ഓക്സൈഡും കൂടി സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ക്ലോറോഫില്ലിൽ വെച്ച് ഗ്ലൂക്കോസും ഓക്സിജനുമായി മാറുന്നു. ഇങ്ങനെയുണ്ടായ ഓക്സിജൻ അറ്റ്മോസ്ഫിയറിൽ എത്തുകയും ചെയ്യുന്നു. ഈ ഗ്ലൂക്കോസിന് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. ആഫ്റ്റർ ഫോട്ടോസിന്തസിസ് വാട്ട് വിൽ ഹാപ്പൻ ടു ദി ഗ്ലൂക്കോസ് in plants? This glucose is water soluble, so plants can't be store it in plant body as glucose because glucose is easily soluble. So the plants store glucose in the form of insoluble starch in leaves. ഈ ഗ്ലൂക്കോസ് വാട്ടർ സൊല്യൂബിൾ ആയതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് ഗ്ലൂക്കോസിനെ സൊല്യൂബിൾ അല്ലാത്ത സ്റ്റാർച്ച് ആക്കിയിട്ട് മാറ്റും. ഈ സ്റ്റാർച്ച് ലീവ്സിൽ സ്റ്റോർ ചെയ്യും. ഈ സ്റ്റാർച്ച് പിന്നീട് പ്ലാന്റ്സിൻ്റെ ലൈഫ് ആക്ടിവിറ്റീസിന് വേണ്ടിയുള്ള എനർജി സോഴ്സായിട്ടും അതേപോലെ തന്നെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള സബ്സ്റ്റൻസ് പ്രിപ്പയർ ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യും. സോ പ്ലാന്റ്സ് യൂട്ടിലൈസ് സ്റ്റാർച്ച് ആസ് എ സോഴ്സ് ഓഫ് എനർജി ഫോർ ലൈഫ് ആക്ടിവിറ്റീസ് ആൻഡ് ടു പ്രിപ്പയർ സബ്സ്റ്റൻസസ് റിക്വയർഡ് ഫോർ ഗ്രോത്ത്. സോ ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഗ്ലൂക്കോസിനെ പ്ലാന്റ്സ് സ്റ്റാർച്ച് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട് സ്റ്റാർച്ച് ആക്കി കൺവേർട്ട് ചെയ്യണത്? ഗ്ലൂക്കോസ് വാട്ടറിൽ സൊല്യൂബിളാണ്, അപ്പോൾ ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള ഫോമിലേക്ക് മാറ്റും. എന്നിട്ട് അത് ലീഫിൽ സ്റ്റോർ ചെയ്യും. ഈ സ്റ്റോർ ചെയ്ത സ്റ്റാർച്ച് പ്ലാന്റ് യൂട്ടിലൈസ് ചെയ്യുന്നത് അവയുടെ ലൈഫ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള എനർജി സോഴ്സ് ആയിട്ടും അതേപോലെ തന്നെ അവയുടെ ഗ്രോത്തിന് റിക്വയർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. ഈ സ്റ്റാർച്ച് പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈ ആവശ്യങ്ങൾക്ക് ശേഷം സുക്രോസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുകയും ഈ സുക്രോസിനെ ലീഫിൽ നിന്നും പ്ലാന്റ്സിൻ്റെ ഡിഫറെൻറ്റ് ബോഡി പാർട്സിലേക്ക് ഫ്ലോയം വഴി ട്രാൻസ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ദാറ്റ് ഈസ് സ്റ്റാർച്ച് ഈസ് കൺവേർട്ടഡ് ടു സുക്രോസ് and then it is transported through phloem to various plant parts and there it is stored in different form. ഓരോ പാർട്ടിലും ഓരോ ഫോമിലാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. ഏതൊക്കെയാണ് ആ ഫോം എന്ന് നോക്കാം. ഈ സുക്രോസിനെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് വഴി
ട്യൂബേഴ്സിൽ സ്റ്റാർച്ചായിട്ടും ലെഗ്യൂംസിൽ പ്രോട്ടീനായിട്ടും ഓയിൽ സീഡ്സിൽ ഫാറ്റായിട്ടും ഫ്രൂട്ട്സിൽ ഫ്രക്ടോസ് ആയിട്ടും ഷുഗർ കെയിനിൽ സുക്രോസ് ആയിട്ടുമാണ് ഇത് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അതായത് കിഴങ്ങ് വർഗ്ഗങ്ങളിലും എണ്ണക്കുരുകളിലും പഴങ്ങളിലും കരിമ്പുകളിലും ഇത് വിവിധ രീതിയിലാണ് ഈ സുക്രോസിനെ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. സ്റ്റാർച്ചായിട്ട് ട്യൂബേഴ്സിലും പ്രോട്ടീനായിട്ട് ലെഗ്യൂംസിലും അങ്ങനെ എക്സെട്ര. ഇതാണ് ഗ്ലൂക്കോസിന് നടക്കുന്ന കെമിക്കൽ ചേഞ്ചസ്. ഈ ഫ്ലോ ചാർട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ വി അണ്ടർസ്റ്റുഡ് ദാറ്റ് plants provide food and oxygen. Do plants provide only food and oxygen? Is there any other use by these plants? We can look what are the other uses. For example, like a pepper, most plants have economic importance in one way or the other. So a variety of value added products are made from them. കുരുമുളക്, ഏലം, റബ്ബർ പോലെയുള്ള ഒരുപാട് പ്ലാന്റ്സ് എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇങ്ങനെയുള്ള പ്ലാന്റ്സിനെ കുറിച്ച് എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ കുറിച്ചുള്ള ഡാറ്റാസ് കളക്ട് ചെയ്ത് നോട്ടിലേക്ക് എഴുതുമല്ലോ. നൗ വി ക്യാൻ ലുക്ക് അബൌട്ട് ഓഷ്യൻ. യു നോ ഓഷ്യൻ ഈസ് മോർ എക്സ്റ്റെൻസീവ് ദാൻ ലാൻഡ്. ദിസ് ഓഷ്യൻ ഹാസ് ആൻ അമേസിംഗ് ഡൈവേഴ്സിറ്റി ഇൻ ഇറ്റ്സ് എക്കോസിസ്റ്റം. ചെറിയ ഓർഗാനിസം മുതൽ വലിയ തിമിംഗലം വരെ ജീവിക്കുന്ന ഓഷ്യൻസിലെ ഓക്സിജൻ എങ്ങനെയാണ് എത്തുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ എത്തുന്നത് ഫോട്ടോസിന്തസിസ് വഴിയാണെന്ന്. ബട്ട് ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഈ ചിത്രം നോക്കൂ. ഇവിടെ ഓഷ്യനിൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൽഗയും ഫൈറ്റോ പ്ലാങ്ക്ടൺസും പ്രസൻറ്റ് ഇൻ ദ സീ ആണ്. കടലിലുള്ള ഫൈറ്റോ പ്ലാങ്ക്ടൺസും ആൽഗയുമാണ് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓക്സിജൻ കടലിലെ ഫിഷസ് ആൻഡ് പ്ലാന്റ്സ് യൂസ് ചെയ്തിട്ട് ബാക്കി അറ്റ്മോസ്ഫിയറിലേക്ക് റീച്ച് ചെയ്യുന്നു. അതായത് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ ഉള്ള ഓക്സിജൻ്റെ 70 to 80% ഓഫ് ഓക്സിജൻ ഇറ്റ് ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ആൽഗ ആൻഡ് ഫൈറ്റോ പ്ലാങ്ക്ടൺ പ്രസൻറ്റ് ഇൻ ദ സീ. നമ്മളെ അറ്റ്മോസ്ഫിയറിലെ 70 മുതൽ 80% വരെ ഓക്സിജൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സീയിലുള്ള ആൽഗയും ഫൈറ്റോ പ്ലാങ്ക്ടൺസുമാണ്. 20 to 30% മാത്രമേ പ്ലാന്റ്സിലെ ഫോട്ടോസിന്തസിസ് വഴി ഓക്സിജൻ കിട്ടുന്നുള്ളൂ. മോസ്റ്റ് ഓഫ് ദി ഓക്സിജൻ ഈസ് ഒബ്റ്റെയിനിങ് ഫ്രം ദി സീ. അതുകൊണ്ട് തന്നെ ഈ ഓഷ്യൻസിലെ ഫോട്ടോസിന്തസിസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നൗ ക്യാൻ യു റൈറ്റ് എ നോട്ട് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫോട്ടോസിന്തസിസ് ഇൻ ഓഷ്യൻ. ഭൂമിയിലേക്ക് ആവശ്യമായ 70 to 80% ഓക്സിജൻ ഓഷ്യൻ പ്രൊവൈഡ് ചെയ്തിട്ടും ദ ഹ്യൂമൻ ബീയിങ്സ് ആർ പൊല്യൂട്ടിംഗ് ദ ഓഷ്യൻ. ഹൗ ദേ ആർ പൊല്യൂട്ടിംഗ്? ബൈ യൂസിങ് പ്ലാസ്റ്റിക്സ്, ബൈ യൂസിങ് പൊല്യൂട്ടഡ് വാട്ടർ, ലൈക്ക് സം ആക്ടിവിറ്റീസ്. സോ വി വാണ്ട് ടു പ്രൊട്ടക്റ്റ് അവർ അറ്റ്മോസ്ഫിയർ ആൻഡ് ഓൾസോ ഓഷ്യൻ. I think you understood this topic. So we can move to the next topic. Plants, Earth's wealth. ഭൂമിയുടെ സമ്പത്താണ് പ്ലാന്റ്സ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ബൈ അബ്സോർബിങ് കാർബൺ ഡയോക്സൈഡ് ഫ്രം ദി അറ്റ്മോസ്ഫിയർ ആൻഡ് റിലീസിങ് ഓക്സിജൻ, പ്ലാന്റ്സ് പ്രൊവൈഡ് ഇൻവാല്യുബിൾ സർവീസ് ടു ദി ലിവിങ് വേൾഡ്. ഗ്ലോബൽ വാർമിങ്ങിൻ്റെ മെയിൻ കോഴ്സായ കാർബൺ ഡയോക്സൈഡിനെ അബ്സോർബ് ചെയ്തിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് ഓക്സിജനെ റിലീസ് ചെയ്യുകയാണ് പ്ലാന്റ് ചെയ്യുന്ന വാല്യുബിൾ ആയിട്ടുള്ള ഒരു സർവീസ്. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സിന് നമുക്ക് ചീപ്പസ്റ്റ് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള നാച്ചുറൽ ഫോർ ദ പ്യൂരിഫിക്കേഷൻ ഓഫ് എയർ. സോ വി ക്യാൻ സെൽ പ്ലാന്റ്സ് സെർവ് ആസ് ദ cheapest, effective and natural means for the purification of air. അതുപോലെ തന്നെ ഈ പ്ലാന്റ്സ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നതിലും ഒരു മേജർ റോൾ വഹിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് പ്ലാന്റ്സ് ഹാവ് എ മേജർ റോൾ ഇൻ ദ മിറ്റിഗേഷൻ ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. കണ്ടൽ കാടുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, മാംഗ്രൂവ് ഫോറസ്റ്റിനെ കുറിച്ച്. ദിസ് മാംഗ്രൂവ് ഫോറസ്റ്റ് ഹെൽപ്പ് ഇൻ കൺട്രോളിങ് സുനാമി ടു സം എക്സ്റ്റെൻറ്റ്. ഒരളവ് വരെ സുനാമിനെ കൺട്രോൾ ചെയ്യാൻ ഈ മാംഗ്രൂവ് ഫോറസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്ലഡ് സമയങ്ങളിൽ, വെള്ളപ്പൊക്ക സമയങ്ങളിൽ
റിവർ ബാങ്ക്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. ബാംബു ഫോറസ്റ്റ്, റീഡ്, വെറ്റിവർ, ലെമൺ ഗ്രാസ് ഇവയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ബാംബു ഫോറസ്റ്റ്, റീഡ്, വെറ്റിവർ, ലെമൺ ഗ്രാസ് എക്സെട്ര പ്രൊട്ടക്ട് ദ റിവർ ബാങ്ക്സ് ഫ്രം കൊളാപ്സിങ് ഡ്യൂറിങ് ഫ്ലഡ്. കൂടാതെ മൗണ്ടെയ്ൻസിലും ഹിൽസിലൊക്കെ ഉള്ള മരങ്ങളും ബുഷസും സോയിൽ എറോഷനെയും ലാൻഡ് സ്ലൈഡിനെയും പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ട്രീസ് ആൻഡ് ബുഷസ് ഇൻ മൗണ്ടെയ്ൻസ് ആൻഡ് ഹിൽസ് പ്രിവെൻറ്റ് സോയിൽ എറോഷൻ ആൻഡ് ലാൻഡ് സ്ലൈഡ്. അതായത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ഫ്ലഡ്, സുനാമി, ലാൻഡ് സ്ലൈഡ്, സോയിൽ എറോഷൻ പോലെയുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഒരു പരിധി വരെ പല പ്ലാന്റ്സും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിളാണ് മാംഗ്രൂവ് ഫോറസ്റ്റ്, ബാംബു ഫോറസ്റ്റ്, റീഡ്, ട്രീസ് ആൻഡ് ബുഷസ് ഇൻ മൗണ്ടെയ്ൻസ് എക്സെട്ര. അപ്പോൾ പ്ലാന്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ച് മനസ്സിലായല്ലോ. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഗ്രീൻ പ്ലാന്റ്സ് ആർ ദ പ്രൊട്ടക്റ്റേഴ്സ് ഓഫ് ബയോസ്ഫിയർ. I think all of you understood this chapter. See you